അതായത് എനിക്കിപ്പോൾ ഒരു ലോഡ് എൻക്വയറീസ് വന്നിട്ടുണ്ട് വെറ്റിനറി മെഡിസിനെ ബേസ് ചെയ്തിട്ട്. എല്ലാവരോടും ഞാൻ ഒറ്റ കാര്യമേ പറയാറുള്ളൂ, നിങ്ങൾ യൂറോപ്പിലേക്ക് പഠിക്കാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കോളേജിന് EAEVE ഈ അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. വായാൽ പറയുന്നതല്ല, വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിനകത്തുള്ള കോളേജിൽ പോയി പഠിക്കാൻ നോക്കുക. അതല്ലാത്ത പക്ഷം പഠിച്ചിറങ്ങിയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റും. ഇതെൻ്റെ ഒരു പേഴ്സണൽ ജീവിത അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ്. അണ്ടർ പ്രോസസ്സിങ് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒന്നുമില്ല. ഈ സാധനം അതായത് യൂറോപ്പിലെ ഏതൊരു വെറ്റിനറി കോളേജിലായാലും ഈ ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം പോയി പഠിക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പലരും പല രീതിയിലൊക്കെ പറയും. എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടോ അവിടുത്തെ മാർക്ക് ട്രാൻസ്ക്രിപ്റ്റ് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ടോ ഒന്നും നടപടിയാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ജാതി അവസ്ഥയാണ്. ഇപ്പോൾ നോക്കിയും കണ്ടും കോളേജ് ചൂസ് ചെയ്യുക.